ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സൂമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളും ഇവിടെ സൂമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം ദാനമായി തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ കയ്യിൻ്റെ വിരലിൻ്റെ അവിടെ ആ വരയുടെ അവിടെ മുറിഞ്ഞിരിക്കുക. കയ്യിൻ്റെ ഇവിടെ ഈ പൊള്ളിയതും, അതുകൊണ്ട് കയ്യിനൊരു ബലമില്ല. ഉള്ളിയെല്ലാം കണ്ടിക്കുന്നതനുസരിച്ച് വെളിയിലോട്ട് ചാടി ചാടി വരിക. അങ്ങനെ ഇന്ന് രാവിലെ പാസ്തയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞ് കുക്കറൊക്കെ അതിനുമ്പോട്ട് ഞാൻ അടുപ്പത്ത് വെച്ചായിരുന്നു. ഇതൊക്കെ പാസ്ത ബ്രെഡ് കൊണ്ടുള്ള ഇതൊക്കെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അപ്പത്തെ സൈഡിൽ ചായയൊക്കെ തിളച്ച് വന്ന് അവർക്ക് കുടിക്കാനുള്ളത് എടുത്ത് വെച്ചിട്ടുണ്ട്. രാവിലെ നമുക്ക് ഏതമ്മമാർക്കും രാവിലെ ഒരു നല്ല തിരക്കുള്ള ഒരു സമയം. മക്കളെ ടിഫിനൊക്കെ രാവിലെ ചിലർക്കാണെങ്കിൽ രാവിലെ 6 മണിക്ക് ക്ലാസ് ഉള്ളവരുണ്ട്, 6:30-ക്കുള്ളവരുണ്ട്, 7 മണിക്കുണ്ട്. എനിക്കെന്ന് പറയാൻ ഇപ്പം കഴിഞ്ഞ വർഷത്തിന് പോൾമോൻ 10th പഠിക്കുമ്പോൾ ആ സമയത്തൊക്കെ അവന് 10th വരെ എനിക്ക് രാവിലെ 5:30 മുമ്പിട്ട് എണീക്കണം. കാരണം അവനൊരു 6:15 ബസ് വരുമായിരുന്നു. അപ്പോൾ അതിന് മുമ്പിട്ട് ടിഫിനെല്ലാം റെഡി ആവണമായിരുന്നു. അതിന് മുമ്പിട്ട് അവനെ എണ്ണിപ്പിക്കണം. പിള്ളേരെയൊക്കെ ആണെങ്കിൽ രാവിലെ ചിലർ തന്നെത്താൻ ഉടനെ എണ്ണീക്കും. ഇവരൊന്നും അലാറം വെച്ചാലും അവരുടെ മൊബൈലിൽ അലാറം വെച്ചാലും അവർ എണ്ണിക്കത്തില്ല. നമ്മൾ എണ്ണിപ്പിച്ചാലേ എണ്ണിക്കും. പക്ഷേ ഇപ്പോൾ നമ്മൾ വിളിക്കുന്ന ഉടനെ അങ്ങ് എണീക്കും. എന്നാലും കുറേ വിളിക്കണം. പ്രൈസനാണെങ്കിൽ നമ്മൾ പ്രൈസൻ അവധി ക്ലാസ് ഇല്ലാത്ത ദിവസം പെട്ടെന്ന് ആരും വിളിച്ചില്ലേലും അവൻ എണ്ണിക്കും. ചിലർക്ക് ഹസ്ബൻഡിന് ടിഫിൻ കൊടുത്തോണം. എനിക്കാണെങ്കിൽ അങ്ങനെ ഇപ്പോൾ രാവിലെ റീച്ചാൻ അങ്ങനെ ഏറ്റവും രാവിലെ ജോലി അങ്ങനെ പോകേണ്ട ആവശ്യമില്ല. സാവകാശം പോയാൽ മതി. അതുകൊണ്ട് ഈ 2 വർഷം എനിക്കങ്ങനെ ഏർലി മോർണിംഗ് രാവിലെ 5 മണിക്കൊന്നും എണീക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. എന്നാലും ചില ദിവസങ്ങളിൽ രാത്രി ഇങ്ങനെ ഉറക്കം ചില ദിവസങ്ങളിൽ ശരിക്ക് കിട്ടത്തില്ല. അപ്പോൾ ഇങ്ങനെ ഒരു 4:30 ഇങ്ങനെ എണീറ്റിരിക്കുവാണെങ്കിൽ അന്നേരം എണീറ്റ് വന്നങ്ങ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി. അപ്പം രാവിലെ ഡാഡി 4:30 എണീക്കും. ഡാഡിക്ക് രാവിലെ ഒരു 7 മണിക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്താലും ഡാഡി കഴിക്കും. ചിലർ രാവിലെ അങ്ങനെ ഏർലി മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങോട്ട് കഴിക്കാൻ തോന്നത്തില്ല. പക്ഷേ ഡാഡിക്ക് അങ്ങനെ ഇല്ല. ഡാഡിക്ക് കൊടുത്താൽ കഴിച്ചോളും. പിന്നെ കുറച്ച് ജോലികളൊക്കെ അങ്ങ് ചെയ്യാനുള്ളത് ചെയ്തിട്ട് വേണമെങ്കിൽ ഞാൻ വന്ന് ഒരു അരമണിക്കൂർ എങ്ങാനും വീണ്ടും കിടക്കും. ഒരു വീട്ടമ്മയുടെ ജോലി ഒരു ദിവസം തുടങ്ങുന്നതും അവസാനിക്കുന്നതും എവിടെ നിന്നാണെന്ന് പറയാമോ? അടുക്കളയിൽ നിന്ന്. അവൻ രാവിലെ വന്ന് അടുക്കളയിൽ അവർ രാത്രി കിടക്കുന്നതിന് മുമ്പിട്ടും അടുക്കളയിൽ അവരുടെ എല്ലാം ഒതുക്കിക്കെട്ടല്ലേ കയറി വരും. അപ്പോൾ ഒരു വീട്ടമ്മയുടെ ഒരു ദിവസം തുടങ്ങുന്നതും അവസാനിക്കുന്നതും കിച്ചണിൽ നിന്നാണ്. ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നതും അവർ കിച്ചണിലാണ്. അപ്പം കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ പാസ്തയൊക്കെ റെഡിയായി. ഇനി ഇതിൻ്റെ അകത്ത് ഇത്തിരി ടൊമാറ്റോ സോസൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോൾ അവന്മാർക്ക് സുഖമായി ചൂടോടെ. ഇപ്പോൾ ഇത് ഇച്ചിരി അങ്ങ് ഒട്ടി ഇരിക്കുന്നെങ്കിൽ ഇച്ചിരി കഴിയുന്നുണ്ടെങ്കിൽ ഇതൊക്കെ അങ്ങ് നല്ലതാകും. ആ രീതി കഴിക്കാനേ ഇവർക്ക് ഇഷ്ടവും. ഞാൻ ചിന്തിച്ച് ഇന്ന് വൈറ്റ് പാസ്ത ഉണ്ടാക്കാമെന്ന്. പിന്നെ ചിന്തിച്ചു രാവിലെ അതിൻ്റെ പ്രൊസീജിയറൊക്കെ ഇത്തിരി ഉണ്ടല്ലോ ഇല്ലേ. അഖില് പറഞ്ഞതുപോലെ ഇല്ല കോണും കൊണ്ടുള്ളത് ചെയ്യാമെന്നും പറഞ്ഞിരുന്നേ. പക്ഷേ വീഡിയോ കണ്ടോണ്ടേ അതിൻ്റെ പ്രൊസീജിയർ ഇങ്ങനെ കണ്ടോണ്ടേ പെട്ടെന്ന് എല്ലാവർക്കും ഈസി പരിപാടിയാണ് താല്പര്യം. ഇങ്ങനെയുള്ള കൂടുതലായിട്ടുള്ള പ്രോസസ്സിങ് ഉള്ളതൊക്കെ ആർക്കും ഇഷ്ടപ്പെടത്തില്ല. ഞാനിപ്പം വീട്ടമ്മമാരുടെ കാര്യം പറഞ്ഞു. രാവിലെ മക്കൾക്ക് സ്കൂളിൽ പോകണം ഹസ്ബൻഡ്. അതേസമയം വീട്ടിലെ എല്ലാം ഉച്ച വരെ ഉള്ളത് ജോലിക്ക് പോകുന്ന ചില വീട്ടമ്മമാരെല്ലാം ജോലിക്ക് പോകുന്ന നമ്മുടെ വീട്ടമ്മമാരെന്ന് തന്നെ പറയാം. അവരെന്ന് പറയുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് തൊട്ട് ഉച്ചയ്ക്കുള്ളത് വരെ ഉണ്ടാക്കി വെച്ച്, ഇപ്പം മക്കൾക്കാണേലും ടിഫിൻ എടുത്ത് വെച്ച്, ഹസ്ബൻഡിനാണേലും എടുത്ത് വെച്ച്, അതേസമയം അവർക്ക് നേരത്തെ പോകണമെങ്കിൽ അവർ പിന്നെ പോകും. അതല്ല എങ്കിൽ എല്ലാവരുടെയും ഉച്ച വരെയുള്ളത് ചെയ്തിട്ട് വേണം അവർക്ക് ജോലിക്ക് പോകാൻ. പിന്നെയും വന്നിട്ട് വീണ്ടും രാത്രിലത്തെ പരിപാടികൾ, അങ്ങനെ പല കാര്യങ്ങളാണ് അവർക്ക്. ജീവിതമെന്ന് പറയുന്നത് ഇങ്ങനെ ഒരു തിങ്ങി നിറഞ്ഞൊരു ജീവിതമാണ്. നമ്മൾ ഓരോരുത്തരും ജീവിക്കാനുള്ള ഓട്ടപ്പാച്ചില്ല. നമുക്ക് ആ സമയത്ത് നമ്മുടെ കാര്യങ്ങൾ തന്നെ നമുക്ക് നോക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്കുള്ള ഓട്ടപ്പാച്ചില്ല. നമ്മൾ എന്തിക്കും ഒരു ദിവസത്തെ ജോലിയാണോ? ദിവസവും നമ്മൾ ഇത് തന്നെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാവിലത്തെ എല്ലാവരുടെയും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം തുണി കഴുകാനിട്ടു. പാത്രങ്ങൾ കഴുകാൻ അവിടെ കിടക്കുന്നേയുള്ള എല്ലാവരും കഴിച്ചതിൻ്റെയും കുടിച്ചതിൻ്റെയും എല്ലാം അവിടെ കിടക്കുന്നതുള്ള. അതിനും വിട്ടങ്ങ് അരി അടപ്പത്തിട്ടു. പിന്നെ വെണ്ടയ്ക്ക മെഴുക്കോട്ട് വെക്കാനായിട്ട് വെണ്ടയ്ക്ക കുറച്ച് നേരം ഇത്തിരി അവിടെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്, അവിടെ കിടക്കട്ടെ. ഈ പാത്രങ്ങളൊക്കെ കഴുകുന്ന നേരം കൊണ്ട്
അത് അവിടെ കുറച്ച് നേരം കിടക്കും. പിന്നെ 1-2 പ്രാവശ്യം ഒന്ന് കഴുകി ഇങ്ങ് എടുക്കാം. അപ്പോൾ ആ ഗ്രീൻ പാത്രം എൻ്റെ നല്ലൊരു തപ്പുവേൻ്റെ പാത്രമായിരുന്നു. അത് ഇങ്ങനെ ഗ്യാസിൻ്റെ അവിടെ വെച്ച് അത്രയും ഉരുകി. അതിപ്പോൾ ഞാൻ ഈ വേസ്റ്റൊക്കെ വെജിറ്റബിൾസൊക്കെ അരിയുമ്പം വേസ്റ്റിന് വേണ്ടി എടുത്ത് വെച്ചേക്കുക. അപ്പോൾ രാവിലെ പ്രശ്നമാണെങ്കിൽ ചിലപ്പോൾ ഞാൻ രാത്രി ഈവൻ ടൈം ടേബിൾ എടുത്താലും നമ്മൾ രാവിലെ ഒന്നുകൂടെ റേച്ചാൻ അവിടെ നിർത്തിച്ച് വീണ്ടും അവനെ കൊണ്ട് എടുപ്പിക്കും. ചിലപ്പോൾ ഒരെണ്ണം കാണാൻ അവൻ എടുത്ത് വെക്കാതിരിക്കും അവരുടെ അശ്രദ്ധ കൊണ്ട്. കുഞ്ഞായിരിക്കുന്ന സമയത്തൊക്കെ ഇതെല്ലാം തന്നെയായിരുന്നു ചെയ്തു വെക്കുന്നത്, തലേന്നേ ചെയ്തു വെക്കും. പിന്നെ അവരൊരു പ്രായമാണ്, അവർ തന്നെ അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിക്കട്ടെ എന്ന് പറഞ്ഞ് രാത്രിയിൽ എടുക്കാൻ പറയും. പിന്നെ രാവിലെ ഒന്നുകൂടെ ഒന്ന് റീചെക്ക് ചെയ്യും. പാത്രങ്ങളെല്ലാം കഴുകി കഴിഞ്ഞ് ഞാൻ പിന്നെ വെണ്ടയ്ക്കൊക്കെ ഒന്ന് അരി അപ്പോഴത്തേക്കിനൊക്കെ ഒന്ന് തിളച്ചിട്ടുണ്ട്. അരി എന്നിട്ട് അവിടെ അടച്ചിടും. ഒരു ദിവസം ബ്രൈസം മോനെ ഇപ്പോൾ സാറ്റർഡേ വെച്ചാൽ ഓപ്പൺ ഹൗസിന് പോയപ്പോഴും ടീച്ചർ പറഞ്ഞു, ഇവനെന്ന് പറയുന്നത് ഇവിടെ വീട്ടിൽ നല്ല ശൗര്യം ചേട്ടനും അനിയനൂടെ നല്ല ഗുസ്തിയും അതും ഇതൊക്കെയാണ്. അവൻ ക്ലാസ്സിൽ ചെന്നാൽ അവൻ പമ്മിയിരിക്കും. അങ്ങനെ ഒരു വലിയൊരു അങ്ങനെ ഒരു വഴക്കിനും അതിനൊന്നും പോകാതെ. അപ്പോൾ ടീച്ചർ ഇവനെ മോണിറ്ററാക്കി. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നു ബ്രൈസം മോനെ മോണിറ്ററാക്കിയത്. പിറ്റേ ദിവസം തന്നെ ഇവന് പിള്ളേരുമായിട്ട് എന്തോലും പിള്ളേർ ബഹളം വയ്ക്കുകയാണെങ്കിൽ അവരെ ഒന്ന് നിയന്ത്രിക്കാനോ അതൊന്നും ചെയ്യത്തില്ല. അതേസമയം ഇവിടെ ആണെങ്കിൽ അവൻ പോളിനോട് ഭയങ്കര സ്ട്രോങ് ലോർ എന്നൊക്കെ എന്തോലും പോൾ പറഞ്ഞാൽ അവനോട് എതിര് പറയും. അപ്പോൾ ഇവൻ തന്നെ ടീച്ചർ പറഞ്ഞു, എനിക്ക് വേണ്ട മോണിറ്റർ സ്ഥാനമൊന്നും. അപ്പോൾ ടീച്ചർ സാറ്റർഡേ ടീച്ചറിന് പറയുകയും ചെയ്ത്, ഇവൻ ക്ലാസ്സിൽ ഒത്തിരി സൈലൻറ്റ് ഇങ്ങനെ, അതുകൊണ്ട് ഞാൻ അവനെ മോണിറ്ററാക്കി എന്നേരം അവൻ വന്ന് പറഞ്ഞെന്ന് എനിക്ക് വേണ്ടാന്ന്. പറയിച്ചാൻ പറഞ്ഞാൽ വീട്ടിലും വന്ന് പറഞ്ഞെന്നവൻ. എൻ്റെ മുടിയുടെ ഉള്ളു കണ്ടോ, മുടി നന്നായിട്ട് പൊഴിയുന്നത്. എണ്ണ തേച്ചാൽ ഇങ്ങനെ, കുളിച്ചാലും ഇതുപോലെ ഇല്ല. സ്ട്രെയിറ്റ് ചെയ്തവരുടെ മുടി ഉണ്ടല്ലേ, ഇത് കോഴിവാൽ പോലെ കിടക്കുമല്ലേ, അതുപോലെ എൻ്റെ നന്നായി പൊഴിയുന്നുണ്ട്. എന്നാൽ ഞാൻ ഇടയ്ക്ക് മുട്ട തേക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഒരു ആദിവാസി ഓയിൽ എന്ന് പറയുന്ന ഓയിലൊക്കെ വാങ്ങിച്ച് തേച്ച്, എന്നിട്ടും ഒരു പ്രയോജനവുമില്ല. ഇപ്പം ഞാൻ തന്നെ ഒരു എണ്ണ കാച്ചി തേക്കുന്നുണ്ട്. നോക്കട്ടെ. എൻ്റെ മുടിയിൽ ഇപ്പോൾ എണ്ണ ഇന്ന് പുരട്ടുവാണെങ്കിൽ നമ്മളത് പിന്നെ കുളിക്കുന്ന ഉടനെ ഒത്തിരി അങ്ങ് ഞാൻ ഷാമ്പു ഒന്നും തേക്കാറില്ല. കുറച്ച് ഷാമ്പു തേക്കും, എന്നാലും ആ എണ്ണ ഇങ്ങനെ കാണും. അത് ഇവിടെ ഞാൻ ഡെയിലി മുടി കഴുകാറില്ല. ഇവിടുത്തെ ഈ വെള്ളത്തിൻ്റെ ഇതുകൊണ്ടേ ഡെയിലി തേക്കുമായിരുന്നെങ്കിൽ റിസൾട്ട് ഒന്ന് നോക്കാമായിരുന്നു പെട്ടെന്ന്. ഇതുകൊണ്ട് ഡെയിലി എണ്ണ തേക്കാം. പക്ഷെ നാട്ടിലാണെങ്കിൽ നമ്മൾ കുളിക്കുന്നതിന് മുമ്പിട്ട് എണ്ണ തേച്ചിട്ട് തല വെള്ളം ഒഴിക്കുമല്ലേ. നാട്ടിലായിരുന്ന സമയത്ത് ഞാൻ തല എന്നും കഴുകും. പക്ഷേ ഇവിടെ വന്നേ പിന്നെ ഈ ക്ലോറിനൊക്കെ കളർന്ന വെള്ളം ആയതുകൊണ്ട് എന്നും കഴുകാറില്ല. അതിന് ശേഷം പിന്നെ വെണ്ടയ്ക്കായൊക്കെ അരിഞ്ഞ് അങ്ങോട്ട് വെച്ചു. പിന്നെ ഒരു സാമ്പാർ, കുക്കർ സാമ്പാർ. ഇന്ന് ഞാൻ സാമ്പാർ പൊടി എന്ന് പറഞ്ഞാൽ മുളകും മല്ലിയൊന്നും വറുത്തതൊന്നുമില്ല, ഡയറക്റ്റ് അങ്ങ് ചേർക്കുമായിരുന്നല്ല. പുളിവെള്ളം ഇന്ന് ലാസ്റ്റിലേ ചേർക്കുന്നുള്ളൂ. ഇന്ന് തുമരപ്പരിപ്പ് ഞാൻ ഈ കഷ്ണങ്ങളൊക്കെ അരിയുന്ന നേരം വരെ തുമരപ്പരിപ്പ് ഞാൻ വെള്ളത്തിയിട്ട്, അല്ലെങ്കിൽ ഞാൻ ചില സമയത്ത് അന്നേരം തന്നെ അങ്ങ് കഴുകിയിടത്തേ ഉള്ളൂ. ഇന്ന് ഞാനൊന്ന് അത്രയും നേരം വെജിറ്റബിൾസൊക്കെ അരിയുന്ന നേരം വരെ വെള്ളത്തിലിട്ട്, അപ്പം നന്നായി ഒന്ന് കുതിർന്ന് വന്ന്. എന്നിട്ട് പയർ തോരൻ വെക്കാനായിട്ട് പയറൊന്ന് വെള്ളത്തിലോട്ട് എടുത്തിടട്ടെ. അത് കുറച്ച് നേരം അവിടെ കിടക്കട്ടെ. എനിക്ക് ചപ്പാത്തിയും സാമ്പാറും കൂടെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ചപ്പാത്തിയും സാമ്പാറും കൂടെ ഇന്ന് കഴിച്ചത്. ഇവിടെ പ്രൈസും മോനും ചപ്പാത്തി സാമ്പാറും ഇഷ്ടമാണ്. പലർക്കും പല ഇതാണ്. പക്ഷേ എനിക്കിഷ്ടമാണ് കേട്ടോ ചപ്പാത്തിയും സാമ്പാറും കൂടെ. അപ്പോൾ ഇന്നിപ്പോൾ സാമ്പാർ വെക്കുകയാണെങ്കിൽ നാളെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൂടെ എടുക്കാനുള്ള രീതിയിലാണ് എടുക്കുന്നത്. ഞാനിന്നലെ വെളുത്തുള്ളി വാങ്ങിച്ചോണ്ടേ വീണ്ടും വെളുത്തുള്ളിയുടെ വില കൂടി. അതുപോലെ സവാള ഈ കടയിൽ നിന്നാണ് ഞാൻ ഓർഡർ ചെയ്ത് വാങ്ങിക്കുന്നത്. നമുക്ക് എമർജൻസി എങ്ങാനും വേണമെങ്കിൽ. അല്ലെങ്കിൽ മാർക്കറ്റിൽ പോവുകയാണെങ്കിൽ 5-10 രൂപ കുറവ് കാണും സവാളയ്ക്കൊക്കെ. ഇത് 45 രൂപ കിലോ സവാള, കുഞ്ഞ് സവാളയായിരുന്നു. പക്ഷേ വെളുത്തുള്ളി 1/4 കിലോ 85 രൂപയെന്നാണ് പറഞ്ഞത്. 1/4 കിലോ 85 രൂപ. ഞാൻ തന്നെ പറയുകയും ചെയ്തു, അയ്യോ ഇടയ്ക്കൊരു ഇച്ചിരി 10-15 രൂപ കുറഞ്ഞായിരുന്നു. 1/4 കിലോ 70 ഞാൻ വാങ്ങിച്ചായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചോണ്ടേ പറഞ്ഞാൽ കൂടി പോവാന്ന്. എന്തോ ചെയ്യാൻ ആർക്കറിയാം, എന്തോ ചെയ്യും സാധാ മനുഷ്യരൊക്കെ ജീവിക്കാൻ. അപ്പോൾ തോരനൊക്കെ അവിടെ ഞാൻ റെഡിയാക്കി. അപ്പോഴത്തേക്കും നമ്മുടെ സാമ്പാർ ഞാനൊരു 2-3 വിസിലടിച്ചെടുത്ത് സാമ്പാറൊന്ന് കലക്കിനി. ഇപ്പോഴാണ് ഞാൻ പുളി ഇച്ചിരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്നേരം ഒഴിക്കാഞ്ഞത് പുളിയേ ഞാൻ മറന്നുപോയായിരുന്നു
വെള്ളത്തിലിടാൻ. ഇച്ചിരി ഒന്ന് കുതിർന്നതിലല്ല, അത് ഞെവിടി ഒത്തിരി കല്ല് പോലെ ഇരിക്കുന്ന പുളിയാണ്, അതുകൊണ്ടാണ്. അപ്പം മുരിങ്ങയ്ക്ക ഞാൻ ഇതിൻ്റെ ആദ്യം വിസിലടിക്കാൻ നേരം ഇട്ടില്ല, ഇപ്പോഴാണ് ഇടുന്നത്. അപ്പോൾ ഒരു 5 മിനിറ്റ് ചെറിയ തീയിൽ മുരിങ്ങയ്ക്ക അവിടെ കിടന്നൊന്ന് വേവട്ടെ. ഇവിടെ മുരിങ്ങയ്ക്ക അപ്പച്ചനും കൊച്ചുമോനും ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെയൊക്കെ നമ്മൾ ഈ റോഡിൽ കൂടെ പോകുന്നുണ്ടേ, ചില സ്ഥലങ്ങളിൽ റോഡ് സൈഡ് ഈ മുരിങ്ങ ഇങ്ങനെ, പക്ഷേ അത് ആ കായ അതിൽ ശരിക്കും കാണും. ചിലർ പറയുന്നത് ആ കായ്ക്ക് ഒരു കയ്പ്പ് കാണുമെന്നാണ് പറയുന്നത്. ഈ മുരിങ്ങയ്ക്കാണെങ്കിൽ നമ്മുടെ നാട്ടിലെ മുരിങ്ങയ്ക്കയുടെ അത്രയും ഒരു ടേസ്റ്റ് ഒന്നുമില്ല. നമ്മുടെ നാട്ടിലെ മുരിങ്ങയ്ക്കൊക്കെ നല്ല ഇതല്ലേ. ഈ മുരിങ്ങയ്ക്ക വലിയ ഇച്ചിരി ഒരു ഒത്തിരി അങ്ങ് മുറ്റിയതല്ല, ഒരിച്ചിരി പിഞ്ചല്ലാതെ ഒരു പരുവത്തിലുള്ള മുരിങ്ങയ്ക്ക. അതിൻ്റെ നേരെ അതൊന്ന് പൊളന്നിട്ട് കീറിയിട്ട് അതിൻ്റെ അകത്തെ ആ മാംസം എടുത്തിട്ട് തോരൻ വെച്ചാൽ നല്ല മുട്ടത്തോരൻ പോലെ ഇരിക്കും. അപ്പോൾ ഇന്നാളെ റേച്ചാൻ പറഞ്ഞില്ലേ, റേച്ചാൻ ഇങ്ങനെ ഉപ്പിലിട്ട് മാങ്ങ ഇഷ്ടമായിരുന്നു പറഞ്ഞ് ഞാൻ സർപ്രൈസായിട്ട് ഇട്ട് വെച്ചെന്ന്. അപ്പോൾ അത് ഞാൻ ഇച്ചിരി പച്ചമുളക് കീറി ഇട്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു റേച്ചാ ഇതാണെങ്കിൽ അങ്ങ് ഒത്തിരി അങ്ങ് സോഫ്റ്റ് പോലായി. ഞാനങ്ങനെ ഒരെണ്ണെടുത്ത് തിന്നുമ്പോൾ ആ പച്ചമുളകിൻ്റെ ടേസ്റ്റ് നമുക്കറിയാം. നമുക്കൊക്കെ അത് എരിവ് കഴിച്ചുള്ളവർക്കാണെങ്കിൽ അത് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഇച്ചിരി കൂടെ കട്ടിയായിട്ടായിരുന്നെങ്കിൽ അത് കറുമുറായിരുന്നേ. അറിയിച്ചപ്പോൾ അല്ല, എനിക്ക് ഇങ്ങനെ ഇഷ്ടം, ഇതിൽ കടുകും വറുത്ത്. ഞാൻ പറഞ്ഞാൽ പറയാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഈ സാധനം അങ്ങനെ കഴിക്കുന്ന ഇഷ്ടവുമല്ല, ഞാനത് ചെയ്തിട്ടുമില്ല. പക്ഷേ നാട്ടുമാങ്ങയുണ്ടല്ലോ നമ്മുടെ ഇച്ചിരി പഴുത്തതൊക്കെ, അതൊക്കെ നാട്ടിൽ ഇട്ടിട്ട് നമ്മൾ പഴങ്കഞ്ഞിയൊക്കെ കുടിക്കുമ്പോഴേ ഞെവിടി കഴിക്കും. എന്നിട്ട് അതിൽ നിന്ന് തന്നെ എടുത്ത് മാങ്ങ കറിയും വെക്കും. അപ്പോൾ കഴിച്ചാൽ ഇത് ഇങ്ങനെ ചോറ് ഉച്ചയ്ക്കും ചപ്പാത്തി, രാത്രിയിലും വന്ന് ചപ്പാത്തി അല്ലേ. അപ്പോൾ കഴിച്ചാൽ പറഞ്ഞ് ചോറിൻ്റെ കൂടെ ആണെങ്കിലേ ഇതൊരു രസമുള്ള. നമ്മളൊരു കാര്യം ചെയ്യ്, ഇന്ന് വൈകിട്ട് വന്ന് ചപ്പാത്തി കഴിക്കണ്ട, ചോറ് കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ ആ നീരുണ്ടല്ലേ, ആ നീരൊഴിച്ചാൽ ആശാന് ചോറ് കഴിക്കാൻ ഇഷ്ടം. ഇത് നമ്മുടെ എണ്ണമാങ്ങ, ഇത് ഞാൻ ചോറിൻ്റെ കൂടെ കഴിക്കും. നല്ല അടിപൊളിയാണ്. 1.5 കിലോ ഇട്ടിട്ടാണ് എനിക്ക് ഇത്രയും. ഞാനത് ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു. നിങ്ങളൊക്കെ ആരെങ്കിലും എണ്ണമാങ്ങ ഇട്ടിട്ടുണ്ടോ? ഇട്ടിട്ട് വെളിയിലാണോ വെക്കുന്നത്, ഫ്രിഡ്ജിലാണോ വെക്കുന്നത്? കാരണം നമ്മളിത് വിനാഗിരി ഒന്നും ചേർത്തിട്ടില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് വെളിയിൽ വെക്കാനൊരു പേടി. നല്ല സൂപ്പർ സാധനം കേട്ടോ. 2 പീസ് എടുത്താൽ മതി ചോറ് കഴിക്കാനായിട്ട്. എനിക്കാണെങ്കിൽ ആ കീറിയ പച്ചമാങ്ങ ഉണ്ടല്ലേ, അതിനകത്ത് കാന്താരിയാണ് ഇടുന്നതെങ്കിൽ നല്ല. ആ കാന്താരി എടുത്ത് ചോറിനാൻ നല്ല. വിനാഗിരിക്കകത്തൊക്കെ കിടക്കുന്ന കാന്താരി നല്ല ടേസ്റ്റ് അല്ലേ. എനിക്ക് അതേസമയം കണ്ണിമാങ്ങ അച്ചാർ ഇഷ്ടമല്ല. പലരും എന്നോട് ചോദിക്കും, വിജി കണ്ണിമാങ്ങ അച്ചാറുണ്ടോയെന്ന്. പക്ഷേ ഞാനത് ഇട്ടിട്ടുമില്ല, എനിക്കതിനോട് അത്ര താല്പര്യമില്ല. നമുക്ക് കണ്ണിമാങ്ങ ഇവിടെയൊക്കെ കിട്ടാൻ പ്രയാസമല്ലേ, നാട്ടിലൊക്കെ അല്ല കണ്ണിമാങ്ങ കിട്ടത്തുള്ളൂ. ചില സമയത്ത് എനിക്ക് ഇത്തിരി എരിവായിട്ടുള്ള, ഇപ്പം മോര് കറി അങ്ങനെ എന്തെങ്കിലും മഞ്ഞ കളറുള്ള കറികളാണെങ്കിൽ നമുക്കൊരു ടേസ്റ്റ് വരത്തില്ല. അപ്പം ഞാൻ ഈ മാങ്ങ, നമ്മുടെ എണ്ണമാങ്ങ എടുത്ത് കഴിക്കും. അപ്പം നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ ഉലുവ നോക്കിയിട്ട്, ഉലുവ ഉണ്ട് എന്നാലും പൊടി കുറവാണ്. അച്ചാറൊക്കെ ഇടുമ്പോൾ നമുക്ക് ഉലുവ ഇത്തിരി വേണമല്ലേ, അതുകൊണ്ട് ഉലുവ ഞാനൊന്ന് വറുത്ത് വെച്ചായിരുന്നു. അതിപ്പോൾ ഒന്ന് പൊടിച്ചെടുത്തു. ഇനി അത് ഡബ്ബകളിലാക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉടനെ ഒന്ന് ലൈക്ക് ചെയ്തേരെ. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് ആ ബെല്ലൈക്കോട്ടൊന്നുകൊണ്ട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓളം എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിന്ന് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.